റഹ്മാൻ, ഈ അപകടത്തിൽ 4 പേരാണോ മരിച്ചത്? റഹ്മാന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാസർഗോഡ് ഭാഗത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന KSRTC ബസ് തലപ്പാടി ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ബ്രേക്ക് ഫെയിലായിട്ട് അവിടെ തൊട്ടടുത്ത ഓട്ടോയിലേക്കും അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് നിന്ന് 2 പേർക്കാണ് ഇടിച്ചു കയറ്റിയത്. അത് കയറ്റിയാകുമ്പോഴത്തേക്ക് KC റോഡ് ഭാഗത്ത് നിന്ന് വരുന്ന ആയിഷ, പിന്നൊന്ന് നസീമ, പിന്നൊന്ന് ഖദീജ, പിന്നൊരാളെ പേര് ശരിക്ക് വ്യക്തമല്ല. ഒരു ഡ്രൈവർ അടക്കം 5 പേരുണ്ടായിരുന്ന ഓട്ടോയിൽ ഇടിച്ചിട്ട് ഈ 3 പേരും മരിച്ചെന്നുള്ള വിവരമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടുള്ളത്. പിന്നൊരാളെ പേര് വ്യക്തമല്ല. എന്തായിരുന്നാലും ഇവര് KC റോഡിന്ന് കുഞ്ചത്തൂർ ഭാഗത്തിലേക്ക് വരുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത്. ഈ ബസ് കാത്തു നിന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് ആ നാട്ടിൽ തന്നെയുള്ള ആളുകളാണോ? ആ പ്രദേശവാസികൾ തന്നെയാണോ? അങ്ങനെയാണ് ഇപ്പോ സംശയിക്കുന്നത്. നാട്ടുകാരനായിരിക്കാം. ഈ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നാട്ടുകാർ നൽകുന്നുണ്ടോ? ഈ സംഭവം കണ്ട ആളുകൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ടോ റഹ്മാൻ? എങ്ങനെ ഈ അപകടം ഉണ്ടായി, എങ്ങനെ ബസ് ഇടിച്ചു കയറി, അങ്ങനെ വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഈ കണ്ടുനിന്ന ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ? അങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ 3 ആൾക്കാരുടെ ഒരു ബന്ധുവിൽപ്പെട്ട ഒരാളാണ് എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. അതിൽ ആയിഷ, നസീമ, ഖദീജ എന്നാണ് 3 പേര് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഒരു വീട്ടിൽ, തൂമിലാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഈ സംഭവം സംഭവിച്ചത്. ഈ പരിക്കേറ്റ ആളുകളെ മംഗലാപുരത്തേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത് റഹ്മാൻ? പരിക്കേറ്റ ആൾക്കാരെ മംഗലാപുരത്തും കൊണ്ടുപോയി. മംഗലാപുരത്ത് ഇപ്പൊ ഡെത്ത് അറിഞ്ഞവരുടെ മംഗൽപാടി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എത്ര പേരുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അതില് 7 പേരുണ്ടായിരുന്നു. ടോട്ടൽ 7 പേരുണ്ടായിരുന്നു. അതിൽ പോലീസ് പറയുന്നത് 4 പേര് മരിച്ചെന്നാണ് പോലീസ് വ്യക്തത പറയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് കിട്ടുന്നേ ഉള്ളൂ. ഇത് റഹ്മാന് പരിചയമുള്ള സ്ഥലമാണോ ഈ അപകടം ഉണ്ടായ സ്ഥലം? അതെ, എന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഈ വീതി കൂടിയ വഴിയല്ലേ? അപ്പോൾ ഈ അങ്ങനെ ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് ഈ ബ്രേക്ക് നഷ്ടമായി തന്നെയാണോ അപ്പോൾ അപകട കാരണം? ഈ ബസ് അമിത വേഗത്തിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കഴമ്പുണ്ടോ റഹ്മാൻ? അല്ല, ഇപ്പൊ പുതിയതായിട്ടുള്ള 6 വരി പാത നിർമ്മിച്ചതിന്റെ അവസാന ഘട്ടത്തിൽ കർണാടകത്തിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു റോഡാണിത്. അപ്പൊ വീതി കൂടിയ വഴിയാണ്, അപ്പോൾ ഒരുപക്ഷെ വേഗത്തിൽ വന്നിരിക്കാം ബസ് അല്ലേ? ബസ് വേഗത്തിലുണ്ടാവും. അവിടുത്തെ ബ്രേക്ക് ഫെയിലായി എന്നാണ് ഇപ്പൊ പ്രാഥമിക നിഗമനം. പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി അറിയുന്നേ ഉള്ളൂ. ഈ പോലീസ് ഇപ്പോൾ നൽകിയ വിവരങ്ങൾ ഇത്രയുമാണോ റഹ്മാൻ? പോലീസ് നൽകിയ വിവരം ഇപ്പൊ 4 ആള് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വിവരങ്ങൾ കിട്ടുന്നേ ഉള്ളൂ. ശരി, അപ്പോൾ റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ തിരക്കുക. ആ വിവരങ്ങൾക്കായി റഹ്മാനെ ബന്ധപ്പെടാം കേട്ടോ. റഹ്മാനിലേക്ക് എത്താം.